ഹലോ ഗായ്സ്, നട്ടുച്ചക്ക് വെയിൽ കൊണ്ട് നടക്കുമ്പോൾ കുടിക്കാൻ നല്ലൊരു തണുത്ത ഷെയ്ക്ക് കിട്ടിയാലോ? അതും ഒരു തെങ്ങിൻ്റെ ഷെയ്ക്ക്. അതിനാദ്യം വേണ്ടത് നല്ലൊരു തെങ്ങാണ്. പിന്നെ നമുക്ക് വേണ്ടത് നല്ലൊരു മഴു. വെട്ടി താഴെ ഇടാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ തെങ്ങ് വെട്ടിക്കഴിഞ്ഞ് അതിൻ്റെ തലേന്ന് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഈ തെങ്ങും കരിമ്പ് എന്ന് പറയുന്ന ഈ ഒരു സാധനം. ഇത് വെച്ചിട്ടാണ് നമ്മളെ പരിപാടി. കിട്ടിയ ഓല വെച്ചിട്ട് ഉമ്മ എന്തോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ തെങ്ങും കരിമ്പ് മാക്സിമം അതിൽ നിന്ന് എടുത്ത് വലിച്ച് വാരിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ശേഷം എന്ത് ചെയ്യണം, നമ്മളൊരു മിക്സി എടുത്തിട്ട് അതിലോട്ട് സ്ലോ മോഷനിലിടണം. സ്ലോ മോഷനിലിട്ടാലേ രുചി കൂടുള്ളൂ എന്നൊരു ബ്ലോഗർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോഴേക്കും നമ്മുടെ ഉമ്മ എടുത്തെടുത്ത് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് ഈ ഓല വെച്ചിട്ട്. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് വരാം. നമ്മളിതിലോട്ട് പിന്നീട് ഒഴിക്കാൻ പോകുന്നത് പാലാണ്. കുറച്ച് നല്ല കട്ടിയിലുള്ള പാൽ ഒഴിക്കുക. പാലില്ലെങ്കിൽ ഇത്തിരി പാൽപ്പൊടി കലക്കി ഒഴിച്ചാലും കുഴപ്പമില്ല എന്നാണ് ഓലക്കൊടി കിതാബിൽ ഈർക്കിളിസ്വാമി പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരുത്തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മളെ പരിപാടി 2 ഏലക്കായ എടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഒരു ലേശം വാനില എസൻസ് എടുക്കുക. എന്നിട്ട് ഒരു 2 തുള്ളി അതിലോട്ട് ഇട്ടിക്കുക. 2 തുള്ളി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 4-5 തുള്ളി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളെ തത്തമ്മയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നീട് ലേശം പഞ്ചസാര, പിന്നീട് തണുത്ത വെള്ളം അത്യാവശ്യം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ നല്ല കട്ടിപ്പാലാണെന്ന് ഒഴിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, വെള്ളമേ വേണ്ട. പിന്നീട് ഇതൊക്കെ മൂടി വെച്ചിട്ട് അടുത്ത പരിപാടി എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഈ പോയ വികലാംഗനായ തത്തമ്മയെ ഓർത്തിട്ടെങ്കിലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തതായി നമുക്ക് നല്ലൊരു ജാറിലോട്ട് മാറ്റാം. ഇത് ഒഴിച്ച് കഴിയുമ്പോൾ പാല് നിറച്ച പോലെ ഉണ്ടാവും, എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. പിന്നെ ഇങ്ങനൊരു മാജിക്കിലെടുത്തിട്ട് നമ്മളെ കയ്യിലൊരു ഓറിയോ ബിസ്ക്കറ്റ് വരും. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സദ്യക്ക് പപ്പടം പൊടിക്കുന്ന പോലെ ഇങ്ങനെ ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചമർത്തിയെടുക്കണം. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് അലിഞ്ഞു പോകണം കേട്ടോ. അങ്ങനെ ഏത് കൊച്ചു കുട്ടിക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ തെങ്ങ് ജ്യൂസാണ് റെഡി ആയിട്ടുള്ളത്. ഇതുണ്ടാക്കുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ടത് 2 റൂൾസാണ്. ആരാൻ്റെ പറമ്പിൽ നിന്നാണ് നിങ്ങൾ തെങ്ങ് വെട്ടുന്നത് എങ്കിൽ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കുക. സ്വന്തം പറമ്പിൽ നിന്നാണ് തെങ്ങ് വെട്ടുന്നത് എങ്കിൽ അച്ഛൻ്റെ കയ്യിൽ അരിവാളുണ്ടോ എന്ന് നോക്കുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.